ഹലോ. ചാപ്റ്റർ 6 ഹൗസ് ഓഫ് ഹൺഡ്രഡ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് പാർട്ട് ഒന്നാമത്തെ വീഡിയോയിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ലോങ് വീഡിയോസ് ആണ്, കുറേ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. അപ്പം മുഴുവൻ വീഡിയോയും ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പകുതി വരെ കാണുക, അത്രയും പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അതിനുശേഷം അടുത്ത പ്രാവശ്യം പഠിക്കുമ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ മുതൽ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കി നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. Teji and Jojo saw a big apartment. Find the house numbers of the shaded houses without counting. Share your strategies. Okay. അങ്ങനെ മേളയിലൊക്കെ നടന്നു പോയി അവരൊരു വലിയ അപ്പാർട്ട്മെന്റ് കാണുകയാണ്. ഇവിടെ കണ്ടോ, ഈ അപ്പാർട്ട്മെന്റിൽ ഓരോരോ ഫ്ലോർസ് ആയിട്ട് കുറേ വീടുകളുണ്ട്. ഇവിടെ എങ്ങനെയാണ് അപ്പാർട്ട്മെന്റിന് നമ്പർ കൊടുത്തിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ നമ്പേഴ്സും സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 01, 02, 03 അങ്ങനെ 10 വരെ. അപ്പോൾ ഒരു ഫ്ലോറിൽ എത്ര വീടുകളുണ്ട്? 10 അല്ലെങ്കിൽ 10 ഹൗസസ് ഉണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയപ്പം 1 കണ്ടോ, ഇവിടെ 1 ആണ്, മുകളിൽ അത് 11 ആയി, അല്ലെങ്കിൽ 1 അടിയിൽ 2 ആണ്, മുകളിൽ എത്തിയപ്പോൾ 1 2 ആയി, 1 3 1 4 അങ്ങനെ 20 വരെ പോയി. അപ്പോൾ 10 ഹൗസസ് ഗ്രൗണ്ട് ഫ്ലോർ, 10 ഹൗസസ് ഫസ്റ്റ് ഫ്ലോർ. ഇനി ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടുകളുടെ ഒക്കെ നമ്പറുകൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാമോ? അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാ സ്റ്റാർട്ട് ആവുക? 21, 22, 23, 24, 25. നമുക്കിതിനെ റോസ്, ഓരോ റോസ് എന്ന് പറയാം. അതുപോലെ ഇത് ഓരോ കോളംസ് എന്ന് പറയാം. അപ്പൊ ഓരോ റോസും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എത്രാമത്തെ ഫ്ലോർ ആണോ ആ നമ്പറിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് എത്രാമത്തെ വീടാണെന്നാണ് അതിനെ കാണിക്കുന്നത്. അപ്പൊ 21 കഴിഞ്ഞു, ഇവിടെ 31, പിന്നെ 32, 33 അങ്ങനെ പോകും. അടുത്തതോ 41, 42, 43 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് fill in the shaded boxes with the correct house numbers. ഇവിടെ കുറേ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മുഴുവനായിട്ടൊന്ന് സ്വന്തമായിട്ട് ഫില്ല് ചെയ്ത് നോക്കുക. അതിനുശേഷം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന വീടുകളുടെ നമ്പർ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു നമ്പർ ഇത് എത്രാമത്തെ ഫ്ലോറിലാണ്? ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. അപ്പൊ ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ആവേണ്ടത്? 2 അല്ലേ. അപ്പൊ 2. ഇനി ഇത് എത്രാമത്തെ വീടാണ്? 1 2 3. അപ്പൊ ഇതിന്റെ നമ്പർ ആണ് 2 3. ഇനി നെക്സ്റ്റ് വീടിന്റെ നമ്പർ എന്തായിരിക്കും? 2 3 കഴിഞ്ഞാൽ 2 4. ഇനി ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഹൗസിന്റെ നമ്പർ നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇത് എത്രാമത്തെ ഫ്ലോർ ആണ്? ഇത് നമുക്ക് എണ്ണി നോക്കണ്ട, ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 11th ഫ്ലോർ ആണ്. അപ്പൊ 11ൽ വേണം സ്റ്റാർട്ട് ആവാൻ. ഇവിടെ തൊട്ട് മുമ്പില് 3rd ഹൗസ് ആണ്. അപ്പൊ ഇത് എത്രാമത്തെ ഹൗസ് ആണ്? 4th ഹൗസ്. അപ്പൊ 11 4 114 ആണ്. അതുപോലെ ഈ ഹൗസ് 14th ഫ്ലോർ ആണ്, 6th ഹൗസ് ആണ്. ഇനി ഇതാണെങ്കിലോ കണ്ടോ, ലാസ്റ്റ് 19th ഫ്ലോറിൽ ഫസ്റ്റ് ഹൗസ് ആണ്. ഇനി ഇവിടെ 200, ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഹൗസ്. ബാക്കി ഷെയ്ഡഡ് ഹൗസിലൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. Aravind Dada has to deliver sweets from Farooq Chacha's shop to different houses. Color the houses to which he has to deliver the sweets. Okay. അപ്പോൾ ഫാറൂഖ് ചാച്ചയുടെ ഷോപ്പിൽ നിന്ന് അരവിന്ദ് ദാദ സ്വീറ്റ്സ് ഡെലിവറി ചെയ്യാൻ പോവാണ്. ഏതൊക്കെ വീട്ടിലേക്കാണ്? ആ ഹൗസ് നമ്പേഴ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ഫുൾ അപ്പാർട്ട്മെന്റിലും ഈ നമ്പറുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം.
ഫസ്റ്റ് 209. ഇവിടെ ഫസ്റ്റ് നമ്പർ തന്നെ 20ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20th ഫ്ലോർ പോലെ 201. അപ്പൊ അടുത്ത നമ്പർ എത്രയായിരിക്കും? 202. തൊട്ട് മുകളിലേക്ക് പോയപ്പോഴോ 21 ആയല്ലേ? അപ്പൊ 211. അപ്പൊ ഇതിന്റെ മുകളിൽ എത്രയായിരിക്കും? 221. അപ്പൊ ഈ ഒരു കോളത്തിലുള്ള എല്ലാ വീടുകളുടെയും ലാസ്റ്റ് 1 ആയിരിക്കും. ഇതില് ലാസ്റ്റ് 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 209 എവിടെയായിരിക്കും? ഓഫ് കോഴ്സ് 209 ഫസ്റ്റ് റോയിലായിരിക്കും. 9 എന്ന് പറഞ്ഞാൽ 9th ഹൗസ് ആണ്. അത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തത് എവിടേക്കാ പോകേണ്ടത്? 228. അപ്പൊ 21 എന്ന ഫ്ലോറിൽ ആർക്കും കൊടുക്കാനില്ല. 22 എന്ന ഫ്ലോറിലാണ്. അപ്പൊ ഇവിടെ 9 ആണെങ്കിൽ ഇവിടെയാണല്ലേ 8. അപ്പൊ 228 എവിടെയാണ് വരിക? അതുപോലെ 242, 258, 276, 290, 315, 346, 367, 389, 395. ഇതാണ് വീടുകൾ. ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും സ്വന്തമായി ചെയ്ത് നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്യാൻ മാത്രം ഇവിടെ നോക്കുക. Write the floor and the column number for each of the following houses. ഓക്കെ, നമ്മൾ പറഞ്ഞു 1, 3 എന്നാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണ്, തേർഡ് ഹൗസ് ആണ്. ഫസ്റ്റ് ഫ്ലോർ കോളം 3. അപ്പൊ 67ഓ? 6th ഫ്ലോർ ആണ്, കോളം 7. 106 10th ഫ്ലോർ ആണല്ലേ, 6th കോളം. 159 15th ഫ്ലോർ, 9th കോളം. അങ്ങനെ ബാക്കിയുള്ള നമ്പേഴ്സും ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. Find the following house numbers from the building and write the appropriate house numbers in the blank spaces. What do you notice? Discuss how the house numbers change when moving up and down and left to right. ഇത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. അതിൽ ഓരോരോ ചെറിയ പീസസ് വീതം തന്നിരിക്കുകയാണ്. ഇത് സെയിം ബിൽഡിംഗിലെ ആവണമെന്നില്ല. എങ്ങനെയാണോ നമ്പറിംഗ് കൊടുത്തിരിക്കുന്നത് അതുപയോഗിച്ച് ബ്ലാങ്ക് ബോക്സസ് നിങ്ങൾ ഫിൽ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഹൗസ് നോക്കാം. ഫസ്റ്റ് ഫ്ലോർ ആണല്ലേ, 1, 2. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? 1, 3. അടുത്തത് 1, 4. ഇനി ഒരു ഫ്ലോർ മുകളിലേക്ക് പോകുമ്പോ ഈ ഒരു പ്ലേസിൽ എന്താ വരിക? 2, 4. 14th ഫ്ലോറിൽ ഈ ഒരു ഹൗസ് 144 ആണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് എത്രയായിരിക്കും? 143. ഇതിന്റെ റൈറ്റ് സൈഡിൽ 145. ഇനി താഴേക്ക് പോവാണെങ്കിലോ 135. ഇവിടെ 319 ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് എത്രയായിരിക്കും? 318. അതിന്റെ മുന്നിലോ 317, 317, 318. ഇതിന്റെ താഴേക്ക് പോകുമ്പോൾ എന്തായി മാറും? 309 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ 238 ആണല്ലേ, അതിന്റെ നമ്പേഴ്സ് എങ്ങനെയാണ്? 228, 227 and 226. Who am I? ഇവിടെ ഒരു പസിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. I have digits 9, 1 and 5. അതായത് 3 ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആണ്. ഇനി ഓരോ ഡിജിറ്റിന്റെ പ്ലേസിലും ഏത് നമ്പറാ വരിക എന്നറിയണ്ടേ? I am less than 200. നമ്പർ is less than 200. അപ്പോ ഹൺഡ്രഡ്സിന്റെ ഡിജിറ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? ഇവിടെ 2 മുതലാണ് 200 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 200നേക്കാളും ചെറുതായതുകൊണ്ട് ഫസ്റ്റ് പ്ലേസിൽ ഉറപ്പായിട്ടും 1 ആണ് വരേണ്ടത്. ഇനിയോ ഐ ഹാവ് 9 ones. 1ന്റെ പ്ലേസിൽ അപ്പൊ ഏത് നമ്പറാ വരിക? 9. ഇനി മിഡിൽ നമ്പർ കാലിയാണല്ലേ, ഇവിടെ എന്ത് വരും? ഇനി ഏത് നമ്പറാ ബാക്കിയുള്ളത്? 9ഉം കഴിഞ്ഞു, 1ഉം കഴിഞ്ഞു, 5 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സോ റിമൈനിങ് ഡിജിറ്റ് is 5.
which will be the tens place? 1, 5, 9. നിങ്ങൾക്കും ഈ ആൻസർ ആയിരുന്നു കിട്ടിയത്? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. I am a 3-digit number. ഇവിടെയും നമ്പർ 3 digits ആണ്. I have only digits 4 and 0. അപ്പൊ എന്റെ നമ്പറിൽ 4ഉം 0യും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് അതിനർത്ഥം? 3 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ either 2 4ഉം 1 0യും ആവാം, അല്ലെങ്കിലോ 1 4ഉം 2 0യും ആവാം. അപ്പൊ ഇതിലൊരു കാര്യമുള്ളത്, 100's place cannot be 0. 100ന്റെ പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ അത് 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ, അതൊരിക്കലും 3 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ 4 മാത്രമേ വരുള്ളൂ. ഇനി ടെൻസിന്റെ പ്ലേസിലും 0ന്റെ പ്ലേസിലും ഏത് നമ്പറാ വരിക? ഇവിടെ 2 നമ്പർ ഉണ്ട്, 4ഉം 0യും. ഇതില് ഏത് വേണമെങ്കിലും ഏത് സ്ഥലത്തും വരാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു നമ്പർ അല്ല, അതിന് പകരം പല നമ്പറുകളും വന്നേക്കാം. ഫോർ എക്സാമ്പിൾ 400 വരാം, അല്ലെങ്കിൽ 404 വരാം, അല്ലെങ്കിൽ 440 വരാം. നമുക്കിപ്പോൾ തൽക്കാലം ഇതിനെ 400 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ നമ്പർ 400. നെക്സ്റ്റ്, I am greater than 300 but less than 400. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 100ന്റെ ഡിജിറ്റ് എപ്പോഴും 3 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് 3. I have no tens. No tens എന്ന് പറഞ്ഞാൽ 10ന്റെ സൈഡിൽ 0. My ones and 100 ഡിജിറ്റ് are same. അപ്പൊ 1ന്റെ സ്ഥലത്ത് 100ന്റെ സെയിം ഡിജിറ്റ് ആണ്. അതിനർത്ഥം എന്താണ്? 1ഉം 3 ആണ്. Who am I? 303. Arvind Dada packs sweet in boxes of 100. H means 100. 10. T means 10. And as packets of loose sweets. O means 1 sweets. The number of sweets for every house is the same as the house number. ഓരോ ഹൗസ് നമ്പറിന് അനുസരിച്ച് അത്രയും സ്വീറ്റ്സ് ആണ് അരവിന്ദ് ദാദ പാക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഹൗസ് നമ്പർ 211. അപ്പോൾ 211 സ്വീറ്റ്സ് ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും? 200. അപ്പൊ 200ന്റെ ബോക്സ് ഉണ്ടാകും. എത്ര 10 ഉണ്ട്? ഒരു 10 അല്ലേ? 110. അപ്പൊ 10ന്റെ ഒരു ബോക്സ്. ഇനി ലാസ്റ്റ് വൺസിന്റെ പ്ലേസിൽ 1 ആണ്. അപ്പൊ ഒരു ലൂസ് സ്വീറ്റ്, ഒരു സ്വീറ്റ്. 200, 110 and 1. So 200 plus 10 plus 1 is 211. അതുപോലെ നിങ്ങൾക്ക് 309 ഇതിനെയും ഇതേപോലെ എഴുതാൻ പറ്റുമോ? 309 അവിടെ 300s ഉണ്ട്, 0 tens ഉണ്ട്, 9 ones ഉണ്ട്. അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 300s, tens 0, അതുകൊണ്ട് അവിടെ ഒരു ബോക്സ് പോലും ഇല്ല. ഇനി വൺസ് 9 സിംഗിൾ ലൂസ് സ്വീറ്റ്സ് ഉണ്ട്. അപ്പൊ അതായത് 300, 0 10 and 9 ones. 300 plus 0 plus 9. ഇതുപോലെ 275, 200, 7 tens and 5 ones. 423, 400s, 2 tens, 3 ones. 423. 365, 300s, 6 tens and 5 ones. Any 343, 300s, 4 tens and 3 ones. 458, 400s, 5t and 8 ones. ഇനി അതുപോലെ തന്നെ 565, 606 and 800. Write the house numbers of yellow and pink houses. നേരത്തെ ചെയ്ത പോലെ തന്നെ യെല്ലോ ഹൗസുകളുടെയും പിങ്ക് ഹൗസുകളുടെയും നമ്പർ മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ എന്താ വരിക?
ഇതിന്റെ തൊട്ട് മുകളിൽ 411 ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ 412. ഇതിന്റെ തൊട്ട് മുകളിൽ 422 ആണ് വരിക. അപ്പൊ ഇവിടെ 423. ഇവിടെ 433 ആണ് വരിക. അപ്പൊ ഇവിടെ 434. അതുപോലെ ഇവിടെ 445, ഇവിടെ 456, ഇവിടെ 467, ഇവിടെ 478, ഇവിടെ 489, ഇവിടെ 500. അതുപോലെ ഇത് നമുക്ക് താഴേക്ക് വരാം. 491, 82, 473, 464, 455, 446, 437, 428, 419 and 410. Write the pattern you see in these numbers. നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇതിൽ എന്ത് പാറ്റേൺ ആ? 401 എത്ര ആഡ് ചെയ്താലാണ് ഇത് കിട്ടുന്നത്? 1 + 11 = 12. 12 + 11 = 23. ഇനി യെല്ലോ ആണെങ്കിലോ 410, 410, 419 ആവാണ്. 10, 19 ആവുമ്പോ 10 + 9, 19. 19 + 9, 28. അപ്പോ പിങ്കില് addition of 11 and yellowല് addition of 9. Arvindada wants to pack small boxes of 10 in a big box of 100. അതായത് ഒരു സ്മോൾ ബോക്സ്, ഇതില് ഓരോന്നിലും 10 സ്വീറ്റ്സ് വീതം ഉണ്ടാകും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് 10 സ്വീറ്റ്സ് ഉള്ള ഒരു സ്മോൾ ബോക്സ് ആണ്. ഇതിനെ വലിയൊരു ബോക്സിൽ പാക്ക് ചെയ്യണം. അതായത് വലിയ ബോക്സ്, അതിൽ എത്ര വേണം? 100. അപ്പൊ ഈ ഒരു ബോക്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ എത്രയുണ്ട്? 10 ഉണ്ട് അല്ലേ? അപ്പൊ 10, 20, 30, 40, 50, 60, 70, 80, 90 and 100. അപ്പൊ ഈ വലിയ ബോക്സിൽ 100 സ്വീറ്റ്സ് കൊള്ളും അല്ലെ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം. ഹൗ മെനി ബോക്സസ് ഓഫ് 10 can he fit in box of 100? ഈ വലിയ ബോക്സിൽ എത്ര 10ന്റെ ബോക്സസ് കൊള്ളും? അത് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമുക്ക് എത്ര ബോക്സ് കൊള്ളും? 10 boxes of 10 can fix in the box of 100. How many boxes of 10 can he fit in 2 boxes of 100? അപ്പോൾ വലിയ 2 ബോക്സ് ഉണ്ട്. അതിൽ ടോട്ടൽ എത്ര സ്മോൾ ബോക്സസ് ഉണ്ടാകും? ഇതിൽ ഒന്നിൽ 10 ആണെങ്കിൽ അടുത്തതിലും 10 ഉണ്ട്. അപ്പൊ 10 + 10 = 20. ഇനി അതുപോലത്തെ 4 ബോക്സസ് ഉണ്ടെങ്കിലോ 10 + 10 + 10 + 10, 40. How many boxes of 10 will he find if he open a box of 100? Of course, how many boxes of 10 can he fit in a box of 100? അത്രയും ബോക്സ് ആണല്ലേ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുക. അതെ, ആ വലിയ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ അദ്ദേഹത്തിന് 10 boxes of 10 കാണാൻ പറ്റും. Number hunt. Write the numbers between 200 and 300. 200 മുതൽ 300 വരെ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. That have 5 as a digit. ഇനി ഈ എഴുതിയ എല്ലാ നമ്പറുകളിലും ഏതെങ്കിലും ഒരു ഡിജിറ്റ് 5 ആയി വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? Is 245 one such number? ഈ എഴുതിയതില് 245 എന്ന നമ്പർ വരുന്നുണ്ടോ? Write the other numbers. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 200, 201, 202 അങ്ങനെ 300 വരെയുള്ള നമ്പർ എഴുതി നോക്കാം. എന്നിട്ട് അതിൽ എവിടെയൊക്കെയാണോ 5 വരുന്നത് ആ നമ്പറൊക്കെ മാറ്റി എഴുതി നോക്കാം. അപ്പൊ ഏതൊക്കെയാ നമ്പർ? 205, 215, 225, 235, 245. അതിനുശേഷം 250 ആവാണ്.
250, 51, 52, 53, 54, അങ്ങനെ 57, 58, 59. 59 കഴിഞ്ഞാൽ 260 ആവും. അപ്പൊ അതിനുശേഷം 65, പിന്നെ അടുത്തത് 75, പിന്നെ 85, 95, അതിനുശേഷം 300, അതിനുശേഷമാണ് അടുത്ത 5 വരിക അല്ലേ? അപ്പോൾ നമുക്ക് 300-നേക്കാളും ചെറിയ നമ്പേഴ്സ് മതി. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് 5 ഡിജിറ്റ്സ് ആയിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ലാസ്റ്റ് 5 ആണ്, 5 ആണ്, 5 ആണ്. എന്നാൽ ഇതില് മിഡിലില് 5 ഉണ്ട്. ഇവിടെ 2 5 ഉണ്ട്. അങ്ങനെ ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതി നോക്കുക. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? Is 245 one such number? ആണോ? യെസ്, 245 ഇവിടെ ഉണ്ട്. റൈറ്റ് ദ അതർ നമ്പേഴ്സ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. നിങ്ങൾക്കും ഈ നമ്പേഴ്സ് ആണോ കിട്ടിയതെന്ന് നോക്കണം. ഇനി ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതുകയും വേണം. Do you remember this game? Let's play it again. We will record the action in the table below. One is done for you. ഇത് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എത്ര 100 ഉണ്ടോ അത്രയും പ്രാവശ്യം ക്ലാപ്പ് ചെയ്യാം. എത്ര 10 ഉണ്ടോ സ്നാപ്പ് ചെയ്യാം. എത്ര വൺസ് ഉണ്ടോ പാറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലാപ്പ് ക്ലാപ്പ്. അപ്പൊ 2 ക്ലാപ്സ് ഉണ്ട്, അതായത് 200. സ്നാപ്പ്, ഒറ്റ സ്നാപ്പേ ഉള്ളൂ, അപ്പൊ 110 ആണുള്ളത്. പാറ്റ്, ഒരു പാറ്റ് ഉള്ളൂ, അപ്പൊ ഒരു 1 ആണുള്ളത്, അപ്പൊ 211, 211. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. നമ്പേഴ്സ് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ. Show and tell. Create a chain of cards such that every next card answers the question of the previous card. Distribute these cards amongst the children in the class. A child read aloud their card and the other child having the answer identify himself or herself. The game ends when every child has answered a question using their card. One example is given below. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട കാർഡ്സ് ആണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒരു കാർഡിൽ ഉണ്ടാക്കുക, ആ ക്വസ്റ്റ്യന്റെ ആൻസർ അടുത്ത കാർഡിൽ കൊടുക്കുക. എന്നിട്ട് ഈ കാർഡ്സ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം ഒരാളുടെ കയ്യിലുള്ള കാർഡിലുള്ള ക്വസ്റ്റ്യൻ അയാൾ ഉറക്കെ വായിക്കുക. അത് ആരുടെ കയ്യിലാണോ കിട്ടിയിരിക്കുന്നത് അയാൾ ആ കാർഡ് ഉയർത്തി കാണിക്കുക. അങ്ങനെ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ക്ലാസ്സിൽ കളിക്കും. ഇനി വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ലെറ്റ്സ് കമ്പയർ ഹൂ ഹാസ് മോർ ലഡൂസ് ആൻഡ് ഷോ ഇറ്റ് യൂസിങ് ദ സൈൻ. ഫസ്റ്റ് സൈൻ ആണ് മോർ ദാൻ, മോർ ദാൻ, ആൻഡ് ലെസ് ദാൻ അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ ഇവിടെ ഈ ഒരു ബിഗർ സൈഡ് കണ്ടോ, ബിഗർ മൗത്ത്, ഇതാണ് മോർ. ഇതിന്റെ ബാക്ക് സൈഡിൽ തിൻ ആയിട്ടുള്ള സൈഡാണ് ലെസ്. 487 laddus is more than 423. വലിയ വലിയ നമ്പർ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കമ്പയർ ചെയ്യുക? ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആദ്യം നമുക്ക് ലാസ്റ്റ് നമ്പർ നോക്കാം. ഇവിടെ രണ്ട് സൈഡിലും 4 ഈക്വൽ ആണല്ലേ, അപ്പൊ രണ്ടും 400s-ലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് തൊട്ടടുത്ത നമ്പർ ആണ്, ടെൻസ്. ഇതില് 8 ടെൻസ് ഉണ്ട്, ഇതില് 2 ടെൻസേ ഉള്ളൂ. അപ്പൊ 8 ടെൻസിലെ നമ്പർ ആണ് ബിഗർ. അതിനെ എങ്ങനെയാ മാർക്ക് ചെയ്യുക? 487 ആദ്യം എഴുതണം. എന്നിട്ട് ഈ ഒരു സൈനിന്റെ ബിഗർ മൗത്ത് അവിടെ 407-ലേക്ക് തിരിച്ചു വെക്കണം. എന്നിട്ട് അതിന് ശേഷം അടുത്ത നമ്പർ എഴുതണം. അപ്പോൾ ഓപ്പൺ മൗത്ത് പോയിന്റ്സ് ടുവേർഡ്സ് ദ ബിഗർ നമ്പർ. അപ്പൊ ഇത് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനെ പറയാ 487 ഈസ് മോർ ദാൻ, അല്ലെങ്കിൽ ബിഗർ ദാൻ, ലാർജർ ദാൻ ഒക്കെ പറയാം. ഓക്കെ, അതാണ് വലിയ നമ്പർ. അപ്പൊ ഇറ്റ് ഇസ് മോർ ദാൻ 423. ഇനി അത് നേരെ തിരിച്ച് ഇങ്ങനെയും എഴുതാം. ആദ്യം 423 ആണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സൈൻ ഇടാം, വിച്ച് ഇസ് ലെസ് ദാൻ 487. ഇപ്പോഴും ബിഗർ മൗത്ത് ബിഗ് നമ്പറിന്റെ അടുത്തും തിന്നായിട്ടുള്ള സൈഡ് ചെറിയ നമ്പറിന്റെ അടുത്തുമാണുള്ളത്. Now compare
321 and 231. ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 300s ഉണ്ട്. പക്ഷെ ഇവിടെ 200s ഉള്ളൂ. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. വലിയ നമ്പർ 321 ആണ്. 300s are more than 200s. Do the other digits in the number matters here? ഇതില് 2 1 3 1 ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കരുതും ഇവിടെ 2 10s ഉള്ളൂ, മറ്റിടത്തില് 3 10s ഉണ്ടല്ലോ. ഇല്ല, ആദ്യം തന്നെ നമ്മൾ വലിയ നമ്പറിനെയാണ് നോക്കേണ്ടത്. 300s ഉണ്ടല്ലേ. 10s എന്ന് പറഞ്ഞ 100sനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ നമ്പറാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 100s നോക്കി 100s ഈക്വൽ ആണെങ്കിൽ മാത്രമേ 10sന്റെ കാര്യമുള്ളൂ. ഇനി 10സും ഈക്വൽ ആണെങ്കിലോ അപ്പോഴാണ് 1സിൽ ആരാണ് കൂടുതൽ എന്ന് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ no. So 321 is more than 231. അപ്പൊ എങ്ങനെ എഴുതാം? 321 is greater than or more than 231. അതിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, 300 ഉണ്ട്. 200ലും ഈ വലിയ 10ന്റെ 1 2 3 അങ്ങനെ 10 കോളംസ് ഉണ്ട്. ഓരോ 10ലും കുഞ്ഞു 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 വൺസും ഉണ്ട്. Let's take another example. We are comparing 209 with 290. രണ്ടിലും 200s ഉണ്ട്. പക്ഷെ 10ന്റെ അടുത്ത് വരുമ്പോൾ ആദ്യത്തെ നമ്പറിൽ 0 10s ആണ്. പക്ഷെ ഇവിടെ 9 10s ഉണ്ട്. അപ്പൊ ഈ നമ്പറാണ് വലുത്. അപ്പൊ 209 is less than 290. Compare the following numbers and use the sign appropriately. ഇനി നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കണം. 2 നമ്പർ തന്നിട്ടുണ്ട്. ആദ്യം ഏതാ കമ്പയർ ചെയ്യേണ്ടത്? 100ന്റെ ഡിജിറ്റ് അല്ലേ. ഇത് 100 ഉള്ളൂ, പക്ഷെ ഇവിടെ 200 ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് നമ്പറാ വലുത്? 201 ആണ്. ഇതിനെ എങ്ങനെ പറയാം? 199 is less than 201. അടുത്തതോ 200 സെയിം ആണ്. പക്ഷെ ടെൻസിലേക്ക് വരുമ്പോ ഇവിടെ 8 10s ഉണ്ട്, ഇവിടെ 7 10s ഉള്ളൂ. 285 is more than 275. Think and match the following. നേരത്തെ കാർഡ്സിന്റെ ഗെയിമിൽ പറയും പോലെയാണ്. ലെഫ്റ്റ് സൈഡിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ആൻസേഴ്സ് റൈറ്റ് സൈഡിലും ഉണ്ട്. അത് മാച്ച് ചെയ്യണം. അപ്പൊ അതെല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേഗം കിട്ടുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ ഓൾറെഡി മാച്ച് ചെയ്തിട്ടുണ്ട്. 325 is more than 335 because 325 has 300s and 235 has 200. അപ്പൊ ഇവിടെ 300 ഉണ്ട്, ഇവിടെ 200 ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വലുത്. അതുപോലെ 235 is less than 523 because ഇവിടെ 100 200 ഉള്ളൂ, പക്ഷെ ഇവിടെ 500 ഉണ്ട്, 500s ഉണ്ട് അല്ലേ. അതാണ് ആൻസർ. 235 has 200s and 523 has 500s. അതുപോലെ നെക്സ്റ്റ് 157 153. ഇവിടെ 1s സെയിം ആണ്, 5s സെയിം ആണ്. ഇതില് 1ന്റെ സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. 1 ഇവിടെ 7 1s ഉണ്ട്, ഇവിടെ 3 1 ഉള്ളൂ. അപ്പൊ 157 ആണ് വലുത്. അടുത്തത് 432 423. 4 4 സെയിം ആണ്, 3 2ല് 3 ആണ് വലുത്. അപ്പൊ 432 ആണ് വലുത്. ഇവിടെ 329 392. 300s രണ്ടിലും സെയിം ആണ്. ടെൻസിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ നമ്പറിൽ 9 10s ഉണ്ട്, ആദ്യത്തതിൽ 2 10s ഉള്ളൂ. അതുപോലെ ഇവിടെ 110 is more than 11. കാരണം ഇവിടെ 100 ഇല്ല, ഇവിടെ 0 hundreds ആണ്. ഇത് 2 digit നമ്പർ ആണ്, ഇത് 3 digit നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വലുത്. It has 100 and 11 has no hundreds. Circle the smallest number in each row. അപ്പൊ ഓരോ റോയിലും കൊടുത്തിരിക്കുന്നതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ആദ്യം 100 നോക്കുക,
ആദ്യം തന്നെ നമുക്ക് 100ന്റെ പ്ലേസിൽ നോക്കാം. 2 സ്ഥലത്ത് 300s ഉള്ളൂ, 2 സ്ഥലത്ത് 400s ഉണ്ട്. അപ്പൊ നമുക്ക് സ്മോളസ്റ്റ് വേണം. അപ്പൊ ഈ 4ഉം 4ഉം ഒഴിവാക്കി. ഓക്കെ, ഇനി നമുക്ക് 2 എണ്ണം ബാക്കിയുണ്ട്. 374 347. അപ്പൊ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടെൻസ് ആണല്ലേ. ഇവിടെ 7 ടെൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ 4 ടെൻസേ ഉള്ളൂ. അപ്പൊ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. അതുപോലെ അടുത്തതും നോക്കാം. 200 100 300 and 400. ഇവിടെ ഈസിയാണ്, ഇതിൽ 100 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചെറുത്. സർക്കിൾ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് വേണ്ടത്. ഇവിടെ എല്ലാത്തിൻ്റെയും 100 4 ആണ്. ഇനി നമുക്കിത് ടെൻസിന്റെ സൈഡിലേക്ക് നോക്കാം. 6 3 3 4 8. അപ്പൊ 8 ടെൻസ് ഉള്ളത് കൊണ്ട് ഇതാണ് ഗ്രേറ്റ് നമ്പർ. ഇവിടെയോ 100 നോക്കുകയാണെങ്കിൽ 4 3 1 2 3, ഒരേ ഒരു 4 ഉള്ളൂ. അപ്പൊ ഇതാണ് വലിയ നമ്പർ. Make 3-digit numbers using 3, 2 and 4 without repeating any digit and color the greatest number. നമുക്ക് 3 ഡിജിറ്റ്സ് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? 3ഉം 2ഉം 4ഉം. ഇതിനെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്തിട്ട് പല പല നമ്പേഴ്സ് ഉണ്ടാക്കണം. അതായത് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ആദ്യം 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാക്കാം. 4 3 2 4 2 3. ഇവിടെ നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 4 3 3 ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്തതിനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നോക്കാം. 3 4 2 3 2 4. അതിനുശേഷം 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 2 3 4 2 4 3. ഇനി നമുക്ക് ഇതില് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രേറ്റസ്റ്റ് നമ്പർ റെഡ് കളർ കൊണ്ടും സ്മോളസ്റ്റ് നമ്പർ യെല്ലോ കളർ കൊണ്ടും മാർക്ക് ചെയ്യണം. ഏതാണ് ഇതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ? 4 3 2. ഇനി സ്മോളസ്റ്റ് നമ്പർ 2 3 4. സ്വന്തമായി ചെയ്ത് നോക്കണം, അതിനുശേഷം മാത്രം ഇവിടെ ചെക്ക് ചെയ്യാം. Now make more 3-digit numbers using. ഇതേ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. Where you may repeat the digits. ഈ സമയം നിങ്ങൾക്ക് ഒരു 3 ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ 3 2 2 അല്ലെങ്കിൽ 3ഉം 3 ഉപയോഗിക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്പർ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ഏതൊക്കെ നമ്പർ കിട്ടുമെന്നൊന്ന് ചെക്ക് ചെയ്താലോ? നമുക്ക് 2 ഏറ്റവും ചെറിയ നമ്പറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 2 2 2 2 3 2 2 4 2 3 2 2 3 3 2 4 4. ഇങ്ങനെ നിങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് മാക്സിമം നമ്പേഴ്സ് എഴുതാം. ഞാൻ ഏതെങ്കിലും നമ്പർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻസിൽ കൊടുക്കണം. അപ്പൊ ഈ എഴുതിയ നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ഏതാ? വലിയ നമ്പർ 4 4 4ഉം ചെറിയ നമ്പർ 2 2 2. Arrange the following number from smallest to biggest. ആദ്യം നമുക്ക് സ്മോളസ്റ്റ് നമ്പർ എഴുതണം. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു 2-digit നമ്പർ ഉണ്ട്. അതായത് അതിന്റെ 100 0 ആണ്. അപ്പോൾ ഉറപ്പായിട്ട് 99 ആയിരിക്കും ഫസ്റ്റ് നമ്പർ. അതിനുശേഷം 100 ഉള്ള 110, പിന്നെ 200 ഉള്ള 207, പിന്നെ 300 ഉള്ള 389, പിന്നെ 400 ഉള്ള 456. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫ്രം ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് ബിഗ്ഗസ്റ്റ് നമ്പർ ആണ്. ഇവിടെ 400 ഉള്ള ഒരു നമ്പർ ആണുള്ളത്. അപ്പോൾ 494 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ചെറിയ നമ്പർ ആണ് 376. അതിനേക്കാളും ചെറിയ നമ്പർ ആണ് 394. അതിനേക്കാളും ചെറിയ നമ്പർ ആണ് 249. ആൻഡ് ലാസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ 67. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. മാത്സ് ഒരിക്കലും നിങ്ങൾ കേട്ട് പഠിക്കാൻ മാത്രം ശ്രമിക്കരുത്. എപ്പോഴും മാത്സ് പഠിക്കുന്ന സമയത്ത് ഒരു പെൻസിലും പേപ്പറും എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇത് കേട്ട് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതരുത്. സ്വന്തമായിട്ട് ഓരോ പ്രോബ്ലവും ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.